ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആ തമ്പ്നെയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒരു 7-8 വർഷം മുമ്പ് എടുത്തിട്ടുള്ള എൻ്റെ ആ ഫോട്ടോയാണ്. അപ്പം അതിൽ നിന്ന് ഈ സ്കിൻ ടോണിലേക്കുള്ള ആ ഒരു ജേണിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല നിറം കുറവായിരുന്നു. പിന്നെ ഞാൻ സ്പോർട്സിന് നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് എൻ്റെ ഫേസ് നല്ല ഡള്ളായിരുന്നു. പിന്നെ എനിക്ക് സ്കിൻ കെയർ, സൺസ്ക്രീൻ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ ഫേസിൽ ഓരോരുത്തരും പറയുമല്ലോ യൂസ് ചെയ്യണ കാര്യങ്ങൾ. അപ്പം അത് കേൾക്കുമ്പോൾ എൻ്റെ വിചാരം അത് ഫേസിന് ദോഷമാണ്, ഫേസിന് ചുളിവുകൾ, ഫേസിന് പൊട്ടയാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെ സ്കിൻ കെയർ ചെയ്യാനും എനിക്ക് നല്ല മടിയായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ പോലും എൻ്റെ ഫേസിൽ ഞാൻ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഫേസിൽ യൂസ് ചെയ്യണത് പൗഡർ, അത് മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക, അത്ര മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഈ സൺസ്ക്രീനെ കുറിച്ച്, മോയ്സ്ചറൈസറിനെ കുറിച്ചും കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞത്. അപ്പം ആ ഒരു +1+2 ടൈമിൽ തന്നെ എൻ്റെ ഫേസിൽ നല്ലപോലെ എനിക്ക് പിമ്പിൾസും വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ ഇതൊക്കെ ഫേസിൽ ഇടാണ്ടാണല്ലോ ഞാൻ പുറത്തേക്ക് പോകുന്നത്. അപ്പം ഓയിൽ സ്കിൻകാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഫേസിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഫേസിൽ നല്ലപോലെ ഡസ്റ്റും നല്ല ഓയിലുണ്ടായിട്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ പിമ്പിൾസ് ഉണ്ടാവും. ആ ഒരു പിമ്പിൾ പോകാൻ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഫേസിൽ പാക്കുകൾ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇതിനും നല്ലതാണ്, ഫേസിൽ പിമ്പിൾസും ഫേസിനൊരു പ്രൊട്ടക്ഷൻ കിട്ടാനും നല്ലതാണെന്ന് അറിഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ അതും ഞാനൊന്ന് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ആദ്യം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നു തുടങ്ങി. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഫേസിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫേസിലത്തെ പിമ്പിൾസ് കുറയാൻ, അതുപോലെ ഫേസ് ഒന്ന് ലൈറ്റനും ആയിട്ടുണ്ടായിരുന്നു. സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റനിങ് ക്രീം ഒന്നും ഞാൻ ഇതേവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹോം റെമഡീസ്, കുഞ്ഞു ഹോം റെമഡീസ്, പാക്കുകൾ, ഇതൊക്കെയാണ് എൻ്റെ ഫേസിന് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യാറുള്ളത്. എൻ്റെ സ്കിൻ റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ഞാൻ ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ഇപ്പം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്യും. അപ്പം പിന്നെ ഫേസ് പാക്കുകൾ അങ്ങനത്തെ ഓരോന്ന് ഞാൻ യൂസ് ചെയ്യും. ഇപ്പം ഈ ഒരു റൊട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യണത്. അല്ലാണ്ട് ഞാൻ ഫെയർനെസ് ക്രീം, വൈറ്റനിങ് ക്രീംസ് അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പം ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസിനെ നമുക്ക് നല്ല ബ്രൈറ്റ് ആവാനും ലൈറ്റൻ ആവാനും സഹായിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇതിൻ്റെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതും നമ്മുടെ ഫേസിൽ നല്ല മോയ്സ്ചറാക്കി വെക്കാനും ഫേസ് നല്ല ഗ്ലോ ആക്കാനും അതും സഹായിക്കും നമ്മളെ. ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യണതൊപ്പം തന്നെ ഞാൻ ധാരാളം വെള്ളവും കുടിച്ചു തുടങ്ങി. ഒരു 10-12 ഗ്ലാസ് ഡെയിലി ഞാൻ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഒരു ഫേസിന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ ഫേസിന് നല്ലൊരു ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെയർനെസ് ക്രീം, വൈറ്റനിങ് ക്രീം അതിൻ്റെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം തന്നെ ഫസ്റ്റ് നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് രണ്ടും ഫേസിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ പാക്കുകളും ട്രൈ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഇത് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയും ചെയ്തിട്ടാണ് എൻ്റെ ഫേസിന് എനിക്ക് ഇത്രത്തോളം എനിക്ക് ഒരു റിസൾട്ട് വന്നിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളുടെ വീഡിയോ ഞാൻ ഇതിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അതെല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് കാണുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാം ടാറ്റാ.